ശ്രീ ടി പി സെൻകുമാർ, തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജു കുറ്റക്കാരനാണ് എന്ന് മുൻ മന്ത്രിയാണ് ആന്റണി രാജു കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഒരു പ്രമുഖ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു കൊണ്ട് ജനപ്രതിനിധിയായി ഇരുന്നു കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതിപ്പോൾ കുറ്റം തെളിഞ്ഞിരിക്കുന്നു. ശിക്ഷ ഏറ്റവും അടുത്ത് തന്നെ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി. എങ്ങനെ പ്രതികരിക്കുന്നു? ഈ കുറ്റം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ജനപ്രതിനിധി ആയിരുന്നില്ല എന്നാണ് ഞാൻ ഓർക്കുന്നത്. അന്ന് അദ്ദേഹം MLA ആയിരുന്നില്ല. ഒരു മറ്റൊരു വക്കീലിന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീൽ മാത്രമായിരുന്നു അദ്ദേഹം. പക്ഷെ ഞാൻ ഈ കേസ് ശ്രദ്ധിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല്, ഈ കേസിലെ ജയമോഹൻ KK എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് വലിയതുറ പോലീസ് സ്റ്റേഷന്റെ SHO ആയിരുന്ന ആള് ഈ കേസ് നശിപ്പിച്ചതാണ് എന്ന വിധത്തില് ജസ്റ്റിസ് പത്മനാഭൻ അദ്ദേഹത്തിന്റെ ഒരു ഹൈക്കോടതി ജഡ്ജ്മെന്റ് കണ്ടതുകൊണ്ട് ഞാൻ ഇടപെട്ടതാണ്. കാരണം ജയമോഹൻ എന്റെ കീഴിൽ ഏറ്റവും നല്ലൊരു SI ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ജയമോഹനെ വിളിച്ചു ചോദിച്ചു. അങ്ങനെ ജയമോഹനാണ് ഇത് സുപ്രീം കോടതി പോവുകയും വീണ്ടും വിജിലൻസ് എൻക്വയറി നടത്താനായിട്ട് ഓർഡർ ഉണ്ടാക്കുകയും ചെയ്തത്. അപ്പൊ ആ ഹൈക്കോടതി വിജിലൻസ് എൻക്വയറിയിൽ മിക്കവാറും തെളിഞ്ഞതാണ്. അത് അനുസരിച്ച് ഡിസ്ട്രിക്ട് കോടതിയുടെ രജിസ്ട്രാറെ കൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇത് ISR കേസിന് മുന്നൊക്കെ രജിസ്റ്റർ ചെയ്ത കേസാണ്. 1994 എനിക്ക് തോന്നുന്നു വഞ്ചിയൂർ ക്രൈം 215/94 ഈ ക്രൈമിന്റെ ഇതിന്റെ നമ്പർ. അപ്പോ അത് പിന്നെ പോലീസിൽ അന്വേഷിക്കാൻ പിന്നീടാണ് തടസ്സങ്ങൾ വന്നത്. പല IPS ഓഫീസർമാരും ഇത് പൂഴ്ത്തിവെച്ചു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടും അത് നടപടി ഉണ്ടായിരുന്നില്ല. പിന്നീട് 2005 ഞാൻ IG സൗത്ത് സോണായിട്ട് വന്ന സമയം ഈ കേസിന്റെ ഫയൽ വിളിപ്പിക്കുകയും ആ കേസ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വക്കം പ്രഭ എന്ന DSP ഏൽപ്പിക്കുകയും അദ്ദേഹം നന്നായിട്ട് അന്വേഷണം നടത്തി ഈ കേസ് ചാർജ് ചെയ്യുകയും ചെയ്തു. പിന്നീട് കോടതികളിൽ അങ്ങനെ കറങ്ങി 2014 എല്ലാം കോടതികളിലെ കാര്യം റെഡിയായി വന്നപ്പോൾ വീണ്ടും അവിടെ കിടന്നു. അത് പിന്നീട് പൊക്കി കൊണ്ടുവന്നത് അനിൽ ഇമ്മാനുവൽ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സല്യൂട്ട് ചെയ്യാനുള്ളത് വക്കം പ്രഭയോടും അതുപോലെ അനിൽ ഇമ്മാനുവലിനോടുമാണ്. ഈ രണ്ടുപേർക്കും എന്റെ സല്യൂട്ട്. അവര് രണ്ടുപേരുമാണ് ഈ കേസിന്റെ ഈ വിധിയിലെത്തിച്ചത്. പക്ഷേ ഈ വിധത്തിൽ സ്വാധീനം ചെലുത്തി, എനിക്കറിയില്ല എന്ത് സ്വാധീനമാണെന്ന്, എന്റെ അടുത്ത് ആരും സ്വാധീനിക്കാൻ വന്നില്ല. അപ്പൊ ബാക്കി IPS ഓഫീസേഴ്സിന് എന്തിനാണ് സ്വാധീനം വന്നതെന്ന് എനിക്കറിയില്ല. എന്തിനാണ് അവർ കേസ് പൂഴ്ത്തിവെച്ചതെന്ന് എനിക്കറിയില്ല. അവരുടെ പേരിൽ നടപടി എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്തിരുന്നു. അന്ന് നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. ശ്രീ രാമൻ ശ്രീവാസ്തവയായിരുന്നു അന്നത്തെ DGP. ആ ലെറ്ററിന് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഇത് ഫൈനലായിട്ട് ഈ കൾമിനേഷനിൽ എത്തിയത് അനിൽ ഇമ്മാനുവലാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഇതിന്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിനുള്ളതാണ്.